സോ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ ആണ് പറയാൻ പോകുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ അതിൽ കേസ് 2 ആണ് പഠിക്കാൻ പോകുന്നത്. കേസ് 2, 4 പോയിൻറ്റ്സ് ഓൺ ദ ഇക്വിറ്റോറിയൽ പ്ലെയിൻ. ഓക്കെ, സോ കേസ് 2 ആണ് വരുന്നത്. 4 points on the equatorial plane. Electric field due to a dipole, 4 points on the equatorial plane. എന്താണ് ഇക്വിറ്റോറിയൽ പ്ലെയിൻ? ഒരു ഡൈപോൾ ഉണ്ട്. ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്, 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ്. അതാണ് ഡൈപോൾ. 2 equal and opposite charges separated by a very small distance. ഇതാണ് ഡൈപോൾ. നമ്മളതിൻ്റെ സെൻറ്ററിനെ നമ്മൾ സാധാരണ O എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാറ്. സെൻറ്ററിനെ നമ്മൾ എന്താണ് ഡിനോട്ട് ചെയ്യാറ്? O എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാറ്. ഈ സെൻറ്ററിൽ നിന്ന് ഒരു എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് A ആണ്, മറ്റേ എൻഡിലോട്ടും A ആണ്. O ഈസ് ദ മിഡിൽ പോയിൻറ്റ് ഓഫ് ദ ഡൈപോൾ. അപ്പോൾ ഈ ഡൈപോളിൻ്റെ ടോട്ടൽ ചാർജ് 0 ആണ് നമുക്കറിയാം. ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് 0 ആണ്. കാരണം ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ്. എങ്കിൽ പോലും ഇതിന് ചുറ്റും ആരുണ്ട്? ഇതിൻ്റെ ടോട്ടൽ ചാർജ് 0 ആയിരുന്നിട്ട് പോലും ഇതിന് ചുറ്റും ആരുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു 1 കൂളം വെച്ചാൽ മതി, അതിലൊരു ഫോഴ്സ് വരും. ഇതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ചുറ്റും എവിടെയെങ്കിലും ഞാനൊരു ചാർജ് വെച്ചാൽ അതിലൊരു ഫോഴ്സ് വരും. ഇതിൻ്റെ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് 0 ആയിരുന്നിട്ട് പോലും. സോ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഇക്വിറ്റോറിയൽ പ്ലെയിനിൽ എന്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇക്വിറ്റോറിയൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഈ മിഡിൽ പോയിൻറ്റിൽ കൂടി ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. മിഡിൽ പോയിൻറ്റിൽ നിന്ന് കണ്ടില്ലേ, മിഡിൽ പോയിൻറ്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. സേ ആ ഡിസ്റ്റൻസ് R ആണെന്ന് വിചാരിക്കുക. ഈ പെർപെൻഡിക്കുലർ വരച്ചു. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇക്വിറ്റോറിയൽ പ്ലെയിൻ അല്ലെങ്കിൽ ഇക്വിറ്റോറിയൽ ലൈൻ, എങ്ങനെ വേണമെങ്കിലും പറഞ്ഞോ. ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ പോയിൻറ്റിൽ കൂടി പാസ് ചെയ്യുന്ന ഈ പെർപെൻഡിക്കുലർ പ്ലെയിൻ, അതാണ് ഇക്വിറ്റോറിയൽ പ്ലെയിൻ. അപ്പോൾ ഇവിടെ മിഡിൽ പോയിൻറ്റിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെ ആരുണ്ട്? ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അഥവാ 1 കൂളം ഉണ്ട്. ഇതിലെന്ത് ഫോഴ്സ് ഉണ്ടാവും അതാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഇതിലെന്തോ ഒരു ഫോഴ്സ് ഉണ്ട്. ഈ പ്ലസ് ക്യൂ മൈനസ് ക്യൂ കാരണം ഈ 1Cയിൽ എന്തോ ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സാണ് എനിക്ക് അറിയേണ്ടത്. വളരെ ലെങ്തി ഡെറിവേഷനാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷനാണ്, ശ്രദ്ധിച്ചിരിക്കണം. അപ്പോഴ് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ക്യൂയിൽ നിന്ന് ഞാൻ 1Cയിലോട്ടൊന്ന് ജോയിൻ ചെയ്താലോ? ജോയിൻ ചെയ്തോട്ടെ. ക്യൂയിൽ നിന്ന് 1 കൂളത്തിലോട്ട് ഞാനൊരു ലൈൻ വരച്ചു. ഓക്കെ ആണല്ലോ. അപ്പോൾ വരച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഇവിടെ ഒരു ആംഗിൾ വരുന്നുള്ള കാര്യം. ഞാൻ ചുമ്മാ ഒരു ലൈൻ ഇങ്ങനെ വെറുതെ വരച്ചതാണ്. ഇവിടെ ഒരു ആംഗിൾ വന്നിട്ടുണ്ട്. നമുക്ക് ആ ആംഗിളിൻ്റെ എന്തെങ്കിലും ഒരു തീറ്റ എന്ന് ഡിനോട്ട് ചെയ്യാം. ഡെറിവേഷനിൽ ആ തീറ്റയൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനത് എടുത്തത്. തീറ്റയുടെ യൂസ് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഒരു ആംഗിൾ ഉണ്ടല്ലോ, അത് തീറ്റ. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഈ പ്ലസ് ക്യൂ എന്ന് പറഞ്ഞ ആൾ 1 കൂളത്തിന് റിപ്പൽ ചെയ്യും. കാരണം ലൈക്ക് ചാർജസ് റിപ്പൽ നമ്മൾ ആദ്യമേ തന്നെ പഠിച്ചിട്ടുണ്ട്. ഈ ഇരിക്കുന്ന പ്ലസ് ക്യൂ 1Cനെ റിപ്പൽ ചെയ്യും. എലോങ് ദിസ് ഡോട്ടർ ലൈൻ റിപ്പൽ ചെയ്യും. കണ്ടില്ലേ, എലോങ് ദിസ് ഡോട്ടർ ലൈൻ 1Cനെ റിപ്പൽ ചെയ്യും വിത്ത് എ ഫോഴ്സ് സേ E1, എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, വിത്ത് സം ഫോഴ്സ് E1. പ്ലസ് ക്യൂ 1 കൂളത്തിന് റിപ്പൽ ചെയ്യുന്ന ഫോഴ്സാണ് E1. ഇനി ഇവിടെ നോക്കാം. ഈ 1Cയിൽ നിന്ന് മൈനസ് ക്യൂയിലോട്ട് ഞാനൊരു ലൈൻ വരച്ചോട്ടെ. 1Cയിൽ നിന്ന് മൈനസ് ക്യൂയിലോട്ട് ജസ്റ്റ് ഒരു ഡോട്ട് ലൈൻ വരച്ചു. ഈ 1Cയും മൈനസ് ക്യൂവും ഓപ്പോസിറ്റ് ചാർജസ് ആണല്ലോ. 1Cയും മൈനസ് ക്യൂവും എന്താണ്? ഓപ്പോസിറ്റ് ചാർജസ് ആണ്. അപ്പോൾ മൈനസ് ക്യൂ 1Cനെ അട്രാക്റ്റ് ആയിരിക്കും ചെയ്യുക. ഓപ്പോസിറ്റ് ചാർജ് വന്ന അട്രാക്ഷനാണ്. മൈനസ് ക്യൂ 1Cനെ അട്രാക്റ്റ് ചെയ്യും, താഴത്തോട്ട് പിടിച്ച് വലിക്കും.
എലോങ് ദ ലൈൻ ജോയിനിങ് ദ ചാർജസ്. ഓക്കെ, അപ്പോൾ ആ ഫോഴ്സിന് നമുക്ക് E2 എന്നും പേര് കൊടുക്കാം. E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ 1C ഡ്യൂ ടു പ്ലസ് Q. E2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ 1C ഡ്യൂ ടു മൈനസ് Q. E1ൻ്റെയും E2ൻ്റെയും റിസൾട്ടൻ്റ് ആണ് നെറ്റ് EMF അറ്റ് ദിസ് പോയിന്റ്. ഈ രണ്ട് ഫോഴ്സിൻ്റെയും റിസൾട്ടൻ്റ് ആണ് എനിക്ക് കാണേണ്ടത്. ഓക്കെ, സോ എനിക്കിപ്പോൾ E1ൻ്റെയും E2ൻ്റെയും റിസൾട്ടൻ്റ് ആണ് അറിയേണ്ടത് അല്ലേ. വെക്റ്റർ സം എടുക്കണം. E1ൻ്റെയും E2ൻ്റെയും വെക്റ്റർ സം എടുക്കണം. ഡയറക്ഷനിൽ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് E1ൻ്റെയും E2ൻ്റെയും മാഗ്നിറ്റ്യൂഡ് ആദ്യം എഴുതി വെച്ചാലോ. E1ൻ്റെയും E2ൻ്റെയും മാഗ്നിറ്റ്യൂഡ് ആദ്യം എഴുതി വെക്കാം. അത് നമുക്ക് ആവശ്യം വരും. E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ പ്ലസ് Q ആൻഡ് 1 കൂളം. ഈ പ്ലസ് Qവും 1 കൂളം തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അതാണ് E1. ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് പൈതഗോറസ് തിയറം പ്രകാരം, ഈ ഡയഗ്രാം പ്രകാരം ഈ രണ്ട് ചാർജസിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് √A² + R² എന്ന് എഴുതാം. പൈതഗോറസ് തിയറം √A² + R² എന്ന് എഴുതാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് വെറുതെ എക്സ് എന്ന് എഴുതി വെച്ചേര്, പിന്നീട് നമുക്ക് വിട്ടു കൊടുത്താൽ മതിയല്ലോ. തൽക്കാലത്തേക്ക് ഈ ഡിസ്റ്റൻസ് നമുക്ക് എക്സ് ആണെന്ന് അസ്യൂം ചെയ്യുക. എക്സ് ഒക്കെ കുറച്ച് കഴിയുമ്പോൾ പോവും. ഫോർമുല എഴുതാൻ വേണ്ടി വെറുതെ എക്സ് എന്ന് എഴുതിയതാണ്. ഈ ഡിസ്റ്റൻസ് എക്സ് ആണെന്ന് കുറച്ച് നേരത്തേക്ക് അസ്യൂം ചെയ്തു. അപ്പോൾ ദ കൂളംസ് ലോ പ്രകാരം ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ Q ആൻഡ് 1C വിൽ ബി, കൂളംസ് ലോ പ്രകാരം K × Q1 × Q2 ഡിവൈഡ് ബൈ R² ആണ്. K × Q1 × Q2. അപ്പോൾ K × Q × 1 ഡിവൈഡ് ബൈ R² അഥവാ X². അതായത് KQ/X². ഇതാണ് E1 എന്ന് പറഞ്ഞാൽ. E1 മനസ്സിലായിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ വേറെ രണ്ടാൾക്കാരുണ്ടല്ലോ. ഈ 1Cയും -Qവും തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അതാണ് E2 എന്ന് പറയുന്നത്. ഈ 1ഉം -Qവും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് E2 എന്ന് പറയുന്നത്. അത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആണ്. ഈ ഡിസ്റ്റൻസ് അത് കണ്ടാൽ തന്നെ അറിയാമല്ലോ, അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. അത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആയിരിക്കണം. അപ്പോൾ ദ കൂളംസ് ലോ ഒന്നുകൂടി യൂസ് ചെയ്യുക. E2 അല്ലേ, ഈ മാഗ്നിറ്റ്യൂഡാണ് കാണുന്നത്. K × Q1 × Q2 / R². K × Q1 എന്ന് പറഞ്ഞാൽ 1, Q2 എന്ന് പറഞ്ഞാൽ -Q ആണ്. പക്ഷെ നമ്മളിവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഞാനിപ്പോൾ കാണുന്നുള്ളൂ. ഇപ്പോൾ ചാർജിൻ്റെ സൈൻ എഴുതിയില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സേ കാണുന്നുള്ളൂ. അപ്പോൾ -Qൻ്റെ മാഗ്നിറ്റ്യൂഡായ Q എഴുതിയാൽ മതി. ഇപ്പോൾ K × Q1 Q2 ഡിവൈഡ് ബൈ R² എന്ന് പറയുമ്പോൾ X². നേരത്തെ കിട്ടിയ അതേ വാല്യൂ തന്നെ വീണ്ടും വന്നു. KQ/X² എന്ന് കിട്ടി. അപ്പോൾ E1ഉം E2ഉം നമുക്ക് റെഡി ആയിട്ടുണ്ട് അല്ലേ. E1ഉം E2ഉം നമുക്ക് എന്തായി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, സോ ഹൗ ടു ഫൈൻഡ് ദ റിസൾട്ടൻ്റ് ഓഫ് E1 ആൻഡ് E2? ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് ഞാനും പറയുന്നത്. ഹൗ ടു ഫൈൻഡ് ദ റിസൾട്ടൻ്റ് ഓഫ് E1 ആൻഡ് E2? ഞാനതിന് വേണ്ടി കുറച്ചുകൂടി ഒരു കൺസ്ട്രക്ഷൻ ചെയ്യാൻ പോവാണ്. ഈ പോയിന്റിൽ നിന്ന് ഞാനൊരു ഹൊറിസോണ്ടലായിട്ടൊരു ഡോട്ട് ലൈൻ വരയ്ക്കട്ടെ. എന്തിനാണെന്നുള്ളത് ചെയ്തൊരു മനസ്സിലാവും. 1C എന്നിങ്ങനെ ഒരു ഹൊറിസോണ്ടലായിട്ടുള്ളൊരു ഡോട്ട് ലൈൻ വരയ്ക്കുകയാണ്. ഡെറിവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആംഗിൾ ഞാൻ തീറ്റയാണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഈ ആംഗിൾ തീറ്റയാണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. ഇത് തീറ്റയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിളും തീറ്റയായിരിക്കും. അതെങ്ങനെയാണ്? ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ എന്തുകൊണ്ട് ഈ ആംഗിൾ തീറ്റയാവുന്നത്? നിങ്ങളൊന്ന് നോക്ക്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഈ മാത്സിൽ ആംഗിൾ കറസ്പോണ്ടിങ് ആംഗിൾ സെയിം എന്നും പറഞ്ഞിട്ട് ഒരു ചെറിയൊരു റിസൾട്ട് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഡോട്ട് ലൈന് താഴത്തെ ഡോട്ട് ലൈന് പാരലായിട്ടാണ് വരച്ചിരിക്കുന്നത്.
ഇത് കാണുമ്പോൾ ഏതൊരാൾക്ക് മനസ്സിലാവും ദ കറസ്പോണ്ടിങ് ആംഗിൾ ആണിത് രണ്ടും, ദേ ആർ ഈക്വൽ. ഓക്കെ, അപ്പോൾ തീറ്റ താഴത്തെ തീറ്റയാണെന്ന് അസ്യൂം ചെയ്തപ്പോൾ ഇതും തീറ്റയായിരിക്കും. ഇവിടെ അപ്പോൾ ഈ ഡയഗ്രം കണ്ടാൽ ഇത് എക്സാക്ട്ലി സിമ്മട്രിക് ആയതുകൊണ്ട് ഇവിടുത്തെ ആംഗിളും തീറ്റയാണ്. ഇത് തീറ്റ ആകുമ്പോൾ ഇതും തീറ്റയാണ്. ഇത് എക്സാക്ട്ലി സിമ്മട്രിക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ പ്രോപ്പറായിട്ട് വരയ്ക്കുമ്പോൾ മനസ്സിലാവും. അതിന് വേറെ ഫർദർ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, കണ്ടാലറിയാം ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ E1-ൻ്റെയും E2-ൻ്റെയും റിസൾട്ടൻ്റ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന അതേ മെത്തേഡിലാണ് പറയുന്നത്. സോ E1-ൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, ഹൊറിസോണ്ടലും വെർട്ടിക്കലൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അത് ഇവൻ കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ നോട്ടായിട്ട് വേണമെങ്കിൽ എഴുതാം. സപ്പോസ് വി ഹാവ് എ ഫോഴ്സ് അല്ലെങ്കിൽ വി ഹാവ് എ വെക്റ്റർ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തെങ്കിലും ആയിക്കോട്ടെ. ഒരു ഫോഴ്സ് എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. ദിസ് ഈസ് ആക്ച്വലി ദ റിസൾട്ടൻ്റ് ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്സ്. This force is actually the resultant of its own horizontal and vertical component. ഇങ്ങനൊരു ഫോഴ്സ് കിട്ടണമെങ്കിൽ ഇങ്ങനൊരു ഫോഴ്സും സൈമൾട്ടേനിയസ്ലി കൊടുത്താൽ ഇങ്ങനൊരു ഫോഴ്സ് കിട്ടിക്കോളും. അതായത് F has the horizontal component. F has the horizontal component F cos theta. ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് തന്നിട്ടുള്ളതാണ്, ഫസ്റ്റ് ടൈം പറയുന്നതല്ല. കഴിഞ്ഞ വർഷം നല്ലപോലെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇഫ് വി ഹാവ് എ വെക്റ്റർ, എന്തെങ്കിലും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ ഹൊറിസോണ്ടലി മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എഫ് കോസ് തീറ്റയും വെർട്ടിക്കൽ കമ്പോണൻ്റ് എഫ് സൈൻ തീറ്റയുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഫ് ഈസ് ആക്ച്വലി ദ റിസൾട്ടൻ്റ് ഓഫ് എഫ് കോസ് തീറ്റ ആൻഡ് എഫ് സൈൻ തീറ്റ. എഫ് കോസ് തീറ്റയും എഫ് സൈൻ തീറ്റയും ഒരുമിച്ച് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടൻ്റാണ് ഈ എഫ്. അപ്പോൾ ഞാനിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഡയഗ്രം ഞാനിവിടെ ഒന്നുകൂടി ഒന്ന് വരച്ചിട്ട് പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, അല്ലെങ്കിൽ ഇവിടെ തന്നെ വരച്ചാലോ അല്ലേ. E1 ഹാസ് ദ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, ഇവിടെ തന്നെ അങ്ങോട്ട് വരച്ചേക്കാം അല്ലേ, നല്ലത്. E1 ഹാസ് ദ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നീട്ടി വരയ്ക്കുകയാണ്. E1 ഹാസ് ദ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് E1 cos theta. E1 ഹാസ് ദ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് E1 cos theta. സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നീക്കി വരയ്ക്കുന്നതാണ്. E1 ഹാസ് ദ വെർട്ടിക്കൽ കമ്പോണൻറ്റ് E1 sin theta. അപ്പോൾ E1 cos തീറ്റയുടെയും E1 sin തീറ്റയുടെയും റിസൾട്ടൻ്റാണ് E1 ആയിട്ട് കിട്ടിയത്. അതേപോലെ E2 ഹാസ് ദ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. E2 ഹാസ് താഴേക്കാണല്ലേ, ഹോസ് എ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ലൈക്ക് ദിസ്. എന്താണത്? E2 cos theta. അറിയാമല്ലോ, ഹൊറിസോണ്ടലി മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ ആയതുകൊണ്ടാണ് E2-ൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് E2 cos theta. വെർട്ടിക്കലി എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് ചെരിഞ്ഞിരിക്കുന്നത് കൊണ്ട് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഡൗൺവേർഡാണ്. E2 താഴത്തോട്ട് ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് the vertical component of E2 will be downward. E2 cos theta അങ്ങോട്ടും E2 sin theta. നിങ്ങൾക്ക് വേണമെങ്കിൽ സൂം ചെയ്യാം. സോ ചുരുക്കി പറഞ്ഞാൽ E1-നെ ഞാൻ രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. E1 ഈസ് ദ റിസൾട്ടൻ്റ് ഓഫ് E1 cos theta ആൻഡ് E1 sin theta. E2 ഈസ് ദ റിസൾട്ടൻ്റ് ഓഫ് E2 cos theta ആൻഡ് E2 sin theta. ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി സ്പ്ലിറ്റ് ചെയ്തു. സോ ഇവിടെ E1 cos theta ആൻഡ് E2 cos theta. ഓക്കെ, ഇവിടെ E1 sin theta ഇൻറ്റു E2 sin theta ക്യാൻസൽസ്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എഴുതിക്കോട്ടെ, E1-ഉം E2-ഉം ഈക്വൽ ആയിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. E1-ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണോ അത് തന്നെയാണ് E2-ൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടിയിരിക്കുന്നത്. ബോത്ത് ആർ സെയിം തിങ്. E1-ഉം E2-ഉം സെയിം തന്നെയാണ് അല്ലേ, E1-ഉം E2-ഉം സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ E2 sin തീറ്റനെ നമുക്ക് E1 sin തീറ്റ എന്ന് വിളിച്ചാലും തെറ്റൊന്നുമില്ല. E1-ൻ്റെയും E2-ൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയതുകൊണ്ട് ഇവിടുത്തെ E2 sin തീറ്റനെ E1 sin തീറ്റ എന്ന് വായിച്ചാലും തെറ്റില്ല. E1 sin തീറ്റ
ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈവൻ സൈൻ തീറ്റ. ഈവൻ സൈൻ തീറ്റയും താഴത്തെ ഈവൻ സൈൻ തീറ്റയും ക്യാൻസലായി പോകും. ദ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ക്യാൻസൽസ് ഈച്ച് അതർ. ഇപ്പോൾ മുകളിലോട്ട് ഒരു 5 ന്യൂട്ടണും താഴേക്കൊരു 5 ന്യൂട്ടണും വന്നാൽ രണ്ടും ക്യാൻസലായി പോകുന്നത് പോലെ. അപ്വേർഡ് ഈവൻ സൈൻ തീറ്റ, ഡൗൺവേർഡ് ഈവൻ സൈൻ തീറ്റ ക്യാൻസൽസ്. അപ്പോൾ ഞാനിവിടെ വളരെ ചുരുക്കി എഴുതുള്ളൂ. വെർട്ടിക്കൽ കമ്പോണൻറ്റ് ക്യാൻസൽസ്. എക്സാമിന് ചോദിക്കുമ്പോൾ സ്റ്റെപ്പുകൾ അത്യാവശ്യം വേണമല്ലോ. വെർട്ടിക്കൽ കമ്പോണൻസ് ക്യാൻസൽസ് ഈച്ച് അതർ. ഹൊറിസോണ്ടൽ ഇല്ല, ക്യാൻസൽ ആവില്ല. ഈവൻ കോസ് തീറ്റ, E2നെ ഈവൺ തന്നെ വായിച്ചാലും തെറ്റൊന്നുമില്ലല്ലോ. E1 E2 ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈവൻ കോസ് തീറ്റ റൈറ്റ് സൈഡിലോട്ട്, എഗെയിൻ ഈവൻ കോസ് തീറ്റ റൈറ്റ് സൈഡിലോട്ട്. അപ്പോൾ ഇഫക്റ്റീവ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഈവൻ കോസ് തീറ്റ പ്ലസ് ഈവൻ കോസ് തീറ്റ. ഒരേ ഡയറക്ഷനിൽ വരുമ്പോൾ രണ്ടും ആഡ് ചെയ്താൽ മതി. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? ഈവൻ കോസ് തീറ്റ പ്ലസ് E2 കോസ് തീറ്റയ്ക്ക് പകരം ഈവൻ കോസ് തീറ്റ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം E2 എന്ന് പറഞ്ഞാൽ ഈവൻ തന്നെയാണ്. 2E1 കോസ് തീറ്റ എന്ന് കിട്ടും. ഓക്കെ, സോ 2E1 കോസ് തീറ്റ കിട്ടി. ഇതാണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. 2 ഇൻറ്റു E1. എന്താണ് E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? E1 എന്ന് പറഞ്ഞാൽ KQ/x², അല്ലേ? E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KQ/x² ആണ്. കോസ് തീറ്റയ്ക്ക് എന്താ ചെയ്യേണ്ടത്? കോസ് തീറ്റ വരുന്നുണ്ട് അല്ലേ? കോസ് തീറ്റ കിട്ടാനായിട്ട് ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ വേണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് ഇത് കാണിച്ചു തരാം. ക്യാൻ യു സി എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ? യെസ്, ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം അവിടെ ഒരു തീറ്റയുണ്ട് അല്ലേ? നിങ്ങൾ ചെറിയ ക്ലാസ് 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നതാണ്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പർടെന്യൂസ് ആണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ റെഫർ ചെയ്താൽ കോസ് തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ് A ആണ്. കണ്ടാൽ അറിയാം, തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ് A ആണ്. ഹൈപ്പർടെന്യൂസ് X ആണ്. X എന്ന് എഴുതി. അപ്പോൾ ഇത് 2KQ അല്ലേ? കറക്റ്റ് അല്ലേ? 2KQA ഡിവൈഡ് ബൈ x² ഇൻറ്റു x³ ആണ്. ഈക്വൽ ടു K. ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയ അതേ സ്റ്റെപ്പ് തന്നെയാണ് കേട്ടോ എഴുതുന്നത്. K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ K എന്ന് തന്നെ എഴുതാം. അല്ലെങ്കിൽ നമ്മൾ 1/4πε0 എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ എഴുതിയില്ല എന്ന് വെച്ചാൽ തെറ്റൊന്നുമില്ല. ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയ അതേ ലുക്ക് കിട്ടാൻ വേണ്ടി മാത്രം. K ഈസ് എ കോൺസ്റ്റൻറ്റ് ഡിനോട്ടഡ് ബൈ 1/4πε0 ആണ് നമ്മൾ ആദ്യമേ തന്നെ പഠിച്ചിട്ടുണ്ട്. 2QA തന്നെ നമുക്ക് Q ഇൻറ്റു 2A എന്ന് എഴുതിയാലും തെറ്റില്ല. 2QA എന്നുള്ളതിന് Q ഇൻറ്റു 2A എന്ന് എഴുതിയാലും തെറ്റില്ല. താഴെ x³ ആണ്. ഇവിടെ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണാൻ പറ്റുന്നുണ്ട്. ബൈ പൈതഗോറസ് തിയറം X എന്താണ്? പൈതഗോറസ് തിയറം പ്രകാരം X എന്താണെന്ന് നോക്കിയേ. പൈതഗോറസ് തിയറം പ്രകാരം X ഹൈപ്പോടെന്യൂസ് ആണ്. √(a² + r² ആണ്. നിങ്ങൾക്കറിയാമല്ലോ പൈതഗോറസ് തിയറം. √(a² + r² ആണ്. ഇവിടെ എക്സിന് പകരം √(a² + r², എക്സിന് പകരം ഒരു ക്യൂബ് ഇട്ടേക്കാം. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ കാര്യം പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. ഈ ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളിക്യൂളിൻ്റെ ലെങ്ത്തേ ഉണ്ടാവുള്ളൂ. ഒരു ഡൈപോളിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഉണ്ടാവും? ഒരു മോളിക്യൂളിൻ്റെ ലെങ്ത്തേ ഉണ്ടാവുള്ളൂ. ഈ മോളിക്യൂളാണ് ഡൈപോളായിട്ട് മാറുന്നത്. പല മോളിക്യൂളും നോക്കുമ്പോൾ ഒരു എൻഡിൽ ചെറിയൊരു പോസിറ്റീവ് ചാർജും മറ്റേ എൻഡിൽ ഒരു നെഗറ്റീവ് ചാർജും വരും. മിക്ക മോളിക്യൂൾസും ഹൈഡ്രജൻ മോളിക്യൂള്, ഹൈഡ്രജൻ മോളിക്യൂൾ, വാട്ടർ മോളിക്യൂൾസ്, അതിലൊക്കെ അങ്ങനെ വരും. ഒരു എൻഡിൽ ചെറിയൊരു പോസിറ്റീവ്, മറ്റേ എൻഡിൽ നെഗറ്റീവ്. അപ്പോൾ ഒരു ഡൈപോളിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ചെറിയ ലെങ്ത്താണ്. A ഈസ് വെരി വെരി സ്മോൾ അല്ലേ? A ഈസ് വെരി വെരി സ്മോൾ. അപ്പോൾ A വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് A² നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചതാണ്.
ഉദാഹരണത്തിന് എ എന്ന് പറഞ്ഞാൽ ഒരു 0.1 ആണെന്ന് വിചാരിക്കുക. 0.1ൻ്റെ സ്ക്വയർ എന്തെന്നാ? 0.1ൻ്റെ സ്ക്വയർ 0.01 ആണ്. നെഗ്ലക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ ഒരു ചെറിയ നമ്പറിൻ്റെ സ്ക്വയർ അതിനേക്കാളും ചെറിയ നമ്പറാണ്. സോ വി ക്യാൻ നെഗ്ലക്റ്റ് എ സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യണം. വളരെ ചെറിയ നമ്പറാണ്. ഞാൻ അവിടെ വിട്ടിടാണ് കേട്ടോ. എ സ്ക്വയർ ഈസ് നെഗ്ലക്റ്റഡ്. 1/4πε0. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് കേട്ടോ. Q × 2a. Q എന്ന് പറഞ്ഞാൽ Q × 2a എന്ന് പറഞ്ഞാൽ ഈ ഡൈപോളിൻ്റെ സ്ട്രെങ്ത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ചാർജ് അറ്റ് 1 end ഇൻറ്റു ലെങ്ത് ഓഫ് ദ ഡൈപോൾ. Q × 2a നമ്മൾ പറയുന്ന പേരാണ് ഡൈപോൾ മൊമെൻറ്റ്. അത് നമ്മൾ P എന്നാണ് എഴുതുക. നമ്മൾ പഠിച്ചിട്ടുള്ളതാണത്. Q × ലെങ്ത് വിൽ ബി ഡൈപോൾ മൊമെൻറ്റ് P. ഇവിടെ താഴെ ഇപ്പോൾ എ സ്ക്വയർ ഇല്ല. √r² അല്ലേ? √r² 6ആണ്. അതെല്ലാവർക്കും അറിയില്ലേ? √r² 6ആണ്. r³ വരും. ന്യൂമറിക്കൽ പ്രോബ്ലം ഇല്ല ഇത് വെച്ചിട്ട്, പക്ഷേ ഡെറിവേഷനാണ് ചോദിക്കുക എക്സാമിന്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. നെക്സ്റ്റ് ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റ് ചാർജ് വെച്ചാൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് അല്ലേ? ഇല്ല, ഒരു ടെസ്റ്റ് ചാർജ് ഈ ഒരു റീജിയനിൽ എവിടെയോ ആയിട്ട് ഞാനൊരു പർട്ടിക്കുലർ പോയിന്റിൽ ഒരു ടെസ്റ്റ് ചാർജ് വെച്ചാൽ പല സ്ഥലത്തും മറ്റ് ചാർജിൻ്റെ പ്രസൻസ് കൊണ്ട് അല്ലേ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല ചാർജുകൾ കാണുമായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു ടെസ്റ്റ് ചാർജ് വെച്ചാൽ മറ്റുള്ള ആൾക്കാർ ഇതിനെ ചിലപ്പോൾ റിപ്പൽ ചെയ്യും, ചിലപ്പോൾ അട്രാക്റ്റ് ചെയ്യും. സോ ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ 1 coulomb ചാർജ് അറ്റ് ദാറ്റ് പോയിന്റ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ്. നമുക്കറിയാം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ഇമാജിനറി കോൺസെപ്റ്റാണ്. ആദ്യമേ തന്നെ പറയാം, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഇമാജിനറി ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഇപ്പോൾ ചെറിയ 10th സ്റ്റാൻഡേർഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്നൊക്കെ പഠിച്ചിട്ടുള്ള പോലെ ഇതൊരു ഇമാജിനറി ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനിവിടെ ഒരു +Q എന്ന് പറഞ്ഞൊരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ചാർജ് വെച്ചു. ഒരു എക്സാമ്പിളാണ്. +Q എന്ന് പറഞ്ഞൊരു ഫിക്സ്ഡ് ഒരു ചാർജ് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. ഞാനിവിടെ കൊണ്ടുവന്നിട്ട് ഒരു 1 coulomb ചാർജ് വെച്ചാൽ ഇമാജിൻ ചെയ്താൽ മതി, ഈ +Q ഇതിനെ റിപ്പൽ ചെയ്യും. അപ്പോൾ നമ്മളത് ഒരു ഡയറക്ഷൻ, ഒരു ആരോ പോലെ ഇങ്ങനെ വരച്ചാൽ നമുക്കതിൽ നിന്ന് ഡയറക്ഷൻ കിട്ടും. അതേ 1 coulomb തന്നെ ഞാൻ ഇവിടെ കുറച്ചങ്ങോട്ട് നീക്കി വെച്ചാലോ, അതേ 1 coulomb തന്നെ ഞാൻ സ്വല്പം അങ്ങോട്ട് നീക്കി വെച്ച് കഴിഞ്ഞാലോ, അപ്പോഴും ഈ +Q അതിനെ റിപ്പൽ ചെയ്യും. നേരത്തെ അത്രത്തെ സ്ട്രെങ്ത് ഉണ്ടാവില്ല എന്ന് മാത്രം. ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാലോ അപ്പോഴും റിപ്പൽ ചെയ്യും. ഇവിടെ അടുത്തായാലും അതേ കാര്യം തന്നെ നടക്കും. സോ വി ഗെറ്റ് എന്താണ് ഡയറക്റ്റഡ് ലൈൻ അല്ലേ? വി ഗെറ്റ് ഡയറക്റ്റഡ് ലൈൻ റെപ്രസെൻറ്റിങ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലൈൻ, അതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇപ്പോൾ 1 coulomb നമുക്ക് ഇവിടെ തന്നെ വെക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇവിടെ വെച്ചാലും ഈ +Q റിപ്പൽ ചെയ്തത് എങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങും. ഇവിടെയാണ് വെക്കണമെങ്കിൽ അപ്പോഴും ഇത് എങ്ങനെ റിപ്പൽ ചെയ്യും. അപ്പോൾ വി ഗെറ്റ് പ്ലെൻറ്റി ഓഫ് ലൈൻസ് അല്ലേ, കണ്ടെയ്നിങ് ആരോ, ഡയറക്ഷനുള്ള ലൈൻ. വി ഗെറ്റ് പ്ലെൻറ്റി ഓഫ് ഡയറക്റ്റഡ് ലൈൻസ്. These directed lines representing the direction of electric field are called electric field lines. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡെഫിനിഷൻ ഒന്നും ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, എന്നാലും ഞാൻ വളരെ ചുരുക്കി പറയാം. ഇറ്റ് ഈസ് ദ ഇമാജിനറി ലൈൻസ്. വളരെ ചുരുക്കി വേണമെങ്കിൽ ഇവിടെ എഴുതാം. ഇമാജിനറി ആണ്, നമ്മളെ കണ്ണുകൊണ്ടൊന്നും കാണാനൊന്നും പറ്റില്ല. ഇറ്റ് ഈസ് ദ ഇമാജിനറി ലൈൻസ് representing the direction of the electric field. ആ 1 coulomb ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് ഡയറക്ഷൻ നമ്മളതുപോലെ ആരോ വരച്ച് ഇങ്ങനെ വരയ്ക്കുന്നു. അത് ഇമാജിനറി ലൈൻസ് റെപ്രസെൻറ്റിങ് ദ ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
സോ ഒരു 4 കേസസ് ഉണ്ട്, 4 പഠിക്കണം. അത് വെച്ച് എക്സാമിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്, ക്വസ്റ്റ്യൻ ചോദിക്കും. ഇപ്പോൾ ഇത് വരച്ച് പഠിക്കേണ്ടി വരും. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഞാനൊരു പ്ലസ് ക്യൂ ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതെന്താ സംഭവം? വാട്ട് ഈസ് ദിസ് ഈസ് പ്ലസ് ക്യൂ. പോസിറ്റീവ് ചാർജാണ് വെച്ചിരിക്കുന്നത്, പോസിറ്റീവ് ചാർജ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ തന്നെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇവിടെ ഒരു 1 കൂളം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മൂവ് ചെയ്യും, ഇവിടെ ഒരു 1 കൂളം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മൂവ് ചെയ്യും, ഇവിടെ ഒരു 1 കൂളം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മൂവ് ചെയ്യും. റിപ്പൽ ചെയ്യുന്നതുകൊണ്ടാണ്, അത് റിപ്പൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ ആ എല്ലാ ഡയറക്ഷനും കൂടി നമ്മളിങ്ങനെ ഒരു ആരോ ഇങ്ങനെ ലൈനായിട്ട് വരയ്ക്കുക. ദീസ് ലൈൻസ് ആർ കോൾഡ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അപ്പോൾ അത് നോക്കിയാൽ നമുക്ക് 1 കൂളം ചാർജ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നുള്ള ഒരു ഐഡിയ കിട്ടും നമുക്ക്. വേറൊന്ന്, ഇപ്പം നമ്മൾ മൈനസ് ക്യൂ ആണ് ഇവിടെ വെക്കണത്. നമ്മൾ മൈനസ് ക്യൂ എന്ന് പറഞ്ഞ ചാർജാണ് വെക്കണമെങ്കിൽ 1 കൂളം ചാർജിന് അത് അട്രാക്റ്റാണ് ചെയ്യുക, അല്ലേ? മൈനസ് ക്യൂ നെഗറ്റീവ് ചാർജാണ് വെക്കണമെങ്കിൽ +1 കൂളത്തിന് അതെന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ അതെല്ലാവരും കൂടി നമ്മൾ ഇങ്ങനെ ആരോ വരയ്ക്കുക. ഇത് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. പോസിറ്റീവ് പോയിൻ്റ് ചാർജ് കാരണം, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോസിറ്റീവ് പോയിൻ്റ് ചാർജ് ആവുമ്പോൾ ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു എ നെഗറ്റീവ് ചാർജ് വരുമ്പോൾ ടുവേർഡ്സ് ഇറ്റ് ഇങ്ങനെ വരും. ഓക്കെ നെക്സ്റ്റ്, ഇതൊക്കെ വരച്ച് പഠിച്ചാൽ മതി കേട്ടോ. എക്സാമിന് എന്തുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇവിടെ ഇങ്ങനെ വളഞ്ഞു പോയത്, ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോയത്, അതൊന്നും ചോദിക്കില്ല. നിങ്ങളിത് വരച്ച് പഠിക്കുക. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് മനസ്സിലായല്ലോ. പിന്നുള്ളത് ഇനി ഇങ്ങനെ വരച്ച് പഠിച്ചാൽ മതി. കാരണം സിംഗിൾ ചാർജ് ആണെങ്കിൽ നമുക്ക് മനസ്സിലായി. ഒരു ചാർജിനേക്കാളും 2 or more ചാർജസ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിൽ ബി കോംപ്ലിക്കേറ്റഡ് ലൈൻസ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല പല ഡയറക്ഷനിലോട്ടൊക്കെ പോവും. അപ്പോൾ അതെങ്ങനെയാണ് ഇങ്ങനെ വളഞ്ഞു പോയതെന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് ആവശ്യമില്ല. കാര്യം മനസ്സിലാക്കി വെക്കുക, എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. ഇപ്പോൾ ഇതെന്താണ് മൂന്നാമത്തെ ഡ്രോയിങ് എന്താണെന്ന് വെച്ചാൽ വി ഹാവ് എ 2 പോസിറ്റീവ് ചാർജ്. മനസ്സിലായല്ലോ? ഡൈപോൾ അല്ല, 2 പോസിറ്റീവ് ചാർജസ്. 2 പോസിറ്റീവ് ചാർജ് അടുത്തടുത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഈ ലൈൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈൻസ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഐഡിയ ഉണ്ട്. 1 കൂളം ചാർജ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നുള്ള ഒരു ഐഡിയ നമുക്ക് ആദ്യമേ തന്നെ കിട്ടും. അതായത് ഇവിടെ ഞാനൊരു 1 കൂളം ചാർജ് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങോട്ട് പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആരോ നോക്കിയാൽ മനസ്സിലാവും. അവിടുത്തെ ആരോ നോക്കാം, അപ്പോൾ ഇങ്ങോട്ട് പോകും. ഈ രീതിയിലായിരിക്കും നെറ്റ് ഫോഴ്സ് അത് വരുന്നത്. ഇവിടെയാണ് ഞാനൊരു 1 കൂളം ചാർജ് വെക്കണമെങ്കിൽ അത് എങ്ങോട്ട് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആരോ നോക്കാം, ഇങ്ങോട്ട് പോകും. അങ്ങനെ മനസ്സിലായില്ലേ? ഇവിടെ ഒരു 1 കൂളം ചാർജ് വെച്ചാൽ ഇങ്ങോട്ട് പോകും, അവിടെയുള്ള ഡയറക്ഷൻ നോക്കാം, ആരോ നോക്കാം, ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇത് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. ഈ ലൈൻസ് നമ്മളെ കയ്യിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ 1 കൂളം ചാർജ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നുള്ളൊരു ഐഡിയ നമുക്ക് ആദ്യമേ തന്നെ കിട്ടും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞു പോയെന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ ഇല്ല. ഇത് വരച്ച് പഠിക്കുക, എക്സാമിന് ചോദിക്കും. ലൈക്ക് ഇങ്ങനെ ഡ്രോ ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു 2 പോസിറ്റീവ് ചാർജസ് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ മൂന്നാമത്തെ ഡയഗ്രാം വരയ്ക്കാം. ഡ്രോ ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു പോയിൻ്റ് ചാർജസ് എന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റും സെക്കൻഡും വരയ്ക്കേണ്ടി വരും. എക്സ്പ്ലനേഷനൊന്നുമില്ല. പിന്നെ അടുത്തത് വേറൊന്ന്, ഇത് ദിസ് വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു ഡൈപോൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു ഡൈപോൾ. ഡൈപോൾ എന്ന് പറഞ്ഞാൽ +q -q വരുന്നത് സെപ്പറേറ്റ് ബൈ വെരി സ്മോൾ ഡിസ്റ്റൻസ്. +q ആൻഡ് -q സെപ്പറേറ്റ് ബൈ വെരി സ്മോൾ ഡിസ്റ്റൻസ്. ഇതാണ് ഡൈപോള്. അപ്പോൾ ഡൈപോൾ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ പറഞ്ഞാൽ ഈ ഡയഗ്രാമാണ് വരയ്ക്കേണ്ടത്, ഇതല്ല ലാസ്റ്റ് ഡയഗ്രാം. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞു പോകണമെന്നൊന്നും പറയില്ല കേട്ടോ. അപ്പോൾ ഇത് വരച്ച് പഠിക്കുക, ശ്രദ്ധിക്കണം. +q നിന്ന് ആരോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മിനിറ്റ്. +q നിന്ന് ആരോ സ്റ്റാർട്ട് ചെയ്തിട്ട് -q എത്തുന്നതാണ്. കണ്ടില്ലേ? ഡൈപോൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ മറന്നുപോവില്ല. +q നിന്ന് ആരോ സ്റ്റാർട്ട് ചെയ്ത് -q എത്താണ്. കണ്ടില്ലേ? എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്. അതായത് ഇങ്ങനെ +q നിന്ന് സ്റ്റാർട്ട് ചെയ്ത് -q പോവാണ്. കണ്ടില്ലേ?
ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കിത് മുഴുവനും വരയ്ക്കാൻ പറ്റാത്തത്. കണ്ടില്ലേ ഇങ്ങനെ പോകും. എല്ലാം ഇതേപോലെ തന്നെ. മാഗ്നറ്റിസം എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുക്കുമ്പോഴും ഇതേപോലത്തെ ലൈൻസുകൾ കിട്ടുന്നുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്നാണ് ഇവിടെ പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് എന്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു ഡൈപോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വരച്ച് പഠിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഡയറക്ഷൻ ഓഫ് ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസുകൾ നമുക്ക് നോക്കാം. ചോദിക്കാറുണ്ട്, റൈറ്റ് എനി 3 പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ചോദിക്കും. അപ്പോൾ അതിൽ ആദ്യത്തത് ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ്. അതെ, നമ്മൾ ഏത് ഗ്രാഫ് നോക്കുമ്പോഴും അങ്ങനെ കാണാൻ പറ്റുന്നത്. ഇതിപ്പോൾ പോസിറ്റീവ് ആണല്ലോ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ടിങ് ഫ്രം പോസിറ്റീവ് ചാർജ്. കറക്റ്റാണ്. കണ്ടില്ലേ, ഇതെവിടെ അങ്ങനെ തന്നെ. കണ്ടില്ലേ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ടിങ് ഫ്രം പോസിറ്റീവ് ചാർജ്. ഇവിടെ അങ്ങനെ തന്നെ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ സ്റ്റാർട്ടിങ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് അറ്റ് നെഗറ്റീവ് ചാർജസ്. നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ചാർജിൽ അവസാനിക്കും. ഇതെവിടെ നെഗറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് കണ്ടില്ലേ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എൻഡിങ് ഇൻ നെഗറ്റീവ് ചാർജസ്. ഇതെവിടെ നെഗറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എൻഡിങ് ഇൻ നെഗറ്റീവ് ചാർജ്. ഇത് വേണമെന്നില്ല. ഇഫ് ദർ ഈസ് എ സിംഗിൾ ചാർജ്, അത് വേണമെന്നില്ല. ഇഫ് ദർ ഈസ് എ സിംഗിൾ ചാർജ് ദേ മേ സ്റ്റാർട്ട് ഓർ എൻഡ് അറ്റ് ഇൻഫിനിറ്റി. അത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നതാണ്. സിംഗിൾ ചാർജ് ഉള്ളെങ്കിൽ ഒന്നുകിൽ അത് സ്റ്റാർട്ട് ഫ്രം ഇൻഫിനിറ്റി. സിംഗിൾ ചാർജ് ആണെങ്കിൽ സ്റ്റാർട്ടിങ് ഫ്രം ഇൻഫിനിറ്റി, അല്ലെങ്കിൽ എൻഡിങ് ഇൻ ഇൻഫിനിറ്റി. ഇതിങ്ങനെ പോയി ഇൻഫിനിറ്റിയിലോട്ട് എൻഡ് ചെയ്യും. ഇത് ഇൻഫിനിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തും. ആ പോയിന്റ് എഴുതില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. സോ ഇത് ഫസ്റ്റ് പോയിന്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് അറ്റ് നെഗറ്റീവ് ചാർജ്. സോ ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് in a charge free region electric field lines can be taken to be a continuous curve without any breaks. Electric field lines will be continuous curve. അത്ര എഴുതിയാലും മതി. Electric field lines will be a continuous curve. അത് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, മാത്സിലുള്ളതാണ്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ പോയിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇങ്ങനെ പോയിട്ട് ഇവിടെ വെച്ച് സ്റ്റോപ്പായിട്ട് ഇങ്ങനെയാണ്. അങ്ങനെ വരില്ല. അതായത് ഇങ്ങനെ പോയിട്ട് പിന്നെ ഒരു ചെറിയൊരു ഗ്യാപ്പ്, ഇവിടെ ഒന്നുമില്ല, എന്നിട്ടാണ് പിന്നെ വരുന്നത്. അങ്ങനെ സംഭവിക്കില്ല. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഷുഡ് ബി കംപ്ലീറ്റ് കണ്ടിന്യൂസ്. ബ്രേക്ക് വരില്ല. മനസ്സിലായില്ല? ഇതിപ്പോൾ ഇത് ഇങ്ങനെ പോയിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടല്ല ഇങ്ങനെ വരുന്നത്. ഷുഡ് ബി കണ്ടിന്യൂസ്. അതാണ് ഉദ്ദേശിച്ചത്. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇനി ചാർജ് ഫ്രീ റീജിയൻ. അതെ, ഇവിടെ ഒന്നും ചാർജ് ഒന്നുമില്ലല്ലോ. ഇവിടെ ഈ ഭാഗത്ത് എവിടെ ചാർജ്? In a charge-free regions, electric field lines can be taken to be a continuous curve. Continuous curve ആണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? ഇത് മൂന്നാമത്തെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 2 electric field lines can never cross each other. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ക്രോസ് ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പോയി, വേറൊരെണ്ണം പോയി, ഇതെങ്ങനെ പോയിട്ട് ഇങ്ങനെ പോവില്ല. മനസ്സിലായില്ല? നമ്മൾ വരയ്ക്കുമ്പോൾ അങ്ങനെ വരയ്ക്കാൻ പാടില്ല, തെറ്റാണ്. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇവിടെ ക്രോസ് ചെയ്തിരിക്കാം. അങ്ങനെ ക്രോസിങ് നടക്കില്ല എന്നാണ് പറയുന്നത്. 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്യാൻ നെവർ ക്രോസ് ഈച്ച് അതർ. എന്താ കാരണം? ഇഫ് ദേ ക്രോസ് ഈച്ച് അതർ, ദ ഫീൽഡ് അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ, ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വിൽ നോട്ട് ഹാവ് എ യുണീക്ക് ഡയറക്ഷൻ വിച്ച് ഈസ് അബ്സേർഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്രോസിങ് പോയിന്റിൽ ഒരു 1 കൂളം ചാർജ് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത് ആരെ വെച്ചിട്ടുണ്ട്? 1 കൂളം ചാർജ് വെച്ചാൽ ആ 1 കൂളം ചാർജിന് എനിക്ക് കൺഫ്യൂഷൻ വരും എങ്ങോട്ട് പോകണം എന്നുള്ളത്. ഇങ്ങോട്ട് പോകണോ രണ്ടിലും ഒരുമിച്ച് മൂവ് ചെയ്യാൻ പറ്റില്ല. ഒരു ആൾക്ക് അറ്റ് ദ സെയിം ടൈം 2 ഡയറക്ഷൻ കിട്ടിയില്ല. ഒരു യുണീക്ക് ഡയറക്ഷൻ ഉണ്ടാവുള്ളൂ അല്ലേ? ഇരിക്കുന്ന ആൾക്ക് ഒരു സിംഗിൾ ഡയറക്ഷനിലെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. ഒരാൾക്ക് ഒരുമിച്ച് 2 ഡയറക്ഷനിൽ ഒരുമിച്ച് മൂവ് ചെയ്യാൻ പറ്റില്ല. ഇഫ് ദേ ക്രോസ് ഈച്ച് അതർ, ദ ഫീൽഡ് അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വിൽ നോട്ട് ഹാവ് എ യുണീക്ക് വാല്യൂ, യുണീക്ക് ഡയറക്ഷൻ വിച്ച് ഈസ് അബ്സേർഡ്, ഇമ്പോസിബിൾ. സോ ഞാൻ പറഞ്ഞു തന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ക്രോസ് ഈച്ച് അതർ. പിന്നെ വേറൊന്ന്, ലാസ്റ്റ് പോയിന്റ്,
ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡി നോട്ട് ഫോം എ ക്ലോസ്ഡ് ലൂപ്പ്. അത്ര എഴുതിയാൽ മതി. അതായത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു സംഭവം കിട്ടില്ല. ഇതെങ്ങനെ മനസ്സിലായില്ലേ? ഇങ്ങനെ വരില്ല, ഒരു ലൂപ്പ് പോലെ വരില്ല. ഇനി ചാർജ് ഫ്രീ റീജിയൻ എന്ന് വേണ്ടതായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. ഇങ്ങനെ ഒരു ലൂപ്പ് ഫോം ചെയ്യില്ല. ക്ലിയർ ആയല്ലോ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസ് ഡി നോട്ട് ഫോം എനി ക്ലോസ്ഡ് ലൂപ്പ്. അതിൻ്റെ റീസൺ നമുക്കിപ്പോൾ പഠിക്കാനില്ല, അത് നെക്സ്റ്റ് ചാപ്റ്ററിലാണ്. കൺസർവേറ്റീവ് നേച്ചർ ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്. അത് ഞാൻ പറയണമെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ കാര്യങ്ങൾ പറയണ വരും. അത് സെക്കൻഡ് ചാപ്റ്ററിലുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അത് തൽക്കാലം വെറുതെ ബൈ ഹാർട്ടാക്കി വെച്ചാൽ മതി. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം എ ക്ലോസ്ഡ് ലൂപ്പ്, അത് മാത്രം അറിഞ്ഞിരിക്കുക. ഓക്കെ.